നമസ്കാരം, ഇറ്റ്ഫോക്ക് ആരവത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇറ്റ്ഫോക്കിൻ്റെ 7ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി നാളെ ഒരു ദിവസം കൂടിയാണ് ഇറ്റ്ഫോക്ക് നമ്മുടെ മുന്നിലുള്ളത്. നമുക്ക് ഇറ്റ്ഫോക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് കല്ലു കല്യാണിയാണ്, നാടക പ്രവർത്തകയാണ്. നമുക്ക് ഇറ്റ്ഫോക്കിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഇറ്റ്ഫോക്ക്? താരതമ്യേന ഇപ്രാവശ്യം കുറച്ചൊരോളം കുറവാണ്. ഒരു പേരിന് നടത്തപ്പെടുന്ന പോലെയാണ് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. അത്ര നാടകങ്ങളുടെ സെലക്ഷനുകളിലായാലും ആളുകളുടെ പങ്കാളിത്തത്തിലായാലും ഒക്കെ വലിയ കുറവുകൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുഴുവൻ സമയവും ഇറ്റ്ഫോക്കിൽ ഇപ്രാവശ്യം പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും പുറത്ത് വർക്കുകളിലാണ്. പക്ഷേ സമയം കണ്ടെത്തി വരുന്നു. അത്രയും ഏതെങ്കിലും നാടകം ഹയവദന കണ്ടിരുന്നു. പിന്നെ ഇന്ന് ബിലോവ്ഡ് കാണണം എന്നുണ്ടായിരുന്നു. പക്ഷേ ടിക്കറ്റ് ഉണ്ട്, പക്ഷേ കയറാൻ പറ്റിയില്ല. ഫുള്ള് കംപ്ലീറ്റായി. നാളെ കാണണം. പിന്നെ അമൽ പ്രൊഡക്ഷൻ കാണണം. എങ്ങനെയുണ്ട് നാടക ജീവിതം? ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നാടക ജീവിതം എങ്ങനെയുണ്ട്? കഴിഞ്ഞ കൊല്ലം ഞാൻ ഇറ്റ്ഫോക്കിന് 2 നാടകങ്ങൾ ഇവിടെ 2 പ്രൊഡക്ഷനുകളുടെ ഭാഗമായിരുന്നു. ദീപൻ ശിവരാമൻ്റെ ഉബ്രോയ് എന്ന പ്ലേയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അലിയാർ അലി സംവിധാനം ചെയ്ത പാപ്പി സൊറ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ്റെ ഒപ്പം നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പുറത്ത് നാടകങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയുടെ തന്നെ കൾട്ട് പ്രൊഡക്ഷനായിട്ടുള്ള തമാശ, നീലമാൻ സിംഗ് ചൗധരി ഡയറക്റ്റ് ചെയ്യുന്ന പ്ലേ, അതിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇറ്റ്ഫോക്കിനെ പറ്റി ആലോചിക്കുമ്പോൾ എന്താണ് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മെമ്മറി? എന്തായിരിക്കും? ഒരു ഫെസ്റ്റിവൽ എന്ന് വെറും ഒരർത്ഥത്തിലല്ല, അത് ഭയങ്കര രസമുള്ളൊരു അനുഭവം ആയി നമുക്ക് ഫീൽ ചെയ്ത ഇറ്റ്ഫോക്കുകൾ ഉണ്ടായിരുന്നു മുന്നേ. അപ്പം ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടുകയും കൂടുതൽ ആഘോഷം ഉണ്ടായിരുന്നു. പാട്ടും ഒത്തുകൂടലുകളുമൊക്കെ. ഒരുപാട് റെസ്ട്രിക്ഷനുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. സമാനമായിട്ടുള്ള ഭയങ്കര മോശം അനുഭവങ്ങൾ ലാസ്റ്റ് ഇറ്റ്ഫോക്ക് വരെയും നേരിടേണ്ടി വന്ന ചില കലാകാരന്മാരിൽ ഒരാളാണ് ഞാൻ. അപ്പം മൊത്തത്തിൽ അക്കാഡമിയുടെ ഒരു ചുറ്റുപാട്, ഇറ്റ്ഫോക്ക് എന്ന് പറയുന്നൊരു ഫെസ്റ്റിവലിൻ്റെ സ്വഭാവം എല്ലാം ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര പേരിന് മാത്രമാവുന്നു. അത് പൂർണ്ണാർത്ഥത്തിലൊരു ഫെസ്റ്റിവലാവുകയോ ഒരു കൈമാറ്റം നടക്കുകയോ, അതായത് ജനങ്ങളിൽ നിന്നൊക്കെ മാറി അത് വേറെന്തൊക്കെയോ ആയി തീരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. മുൻ വർഷങ്ങളിലും ഇറ്റ്ഫോക്കിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ മുൻപ് ഇങ്ങനെ ഈ നാടകോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ മറക്കാനാവാത്ത എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പറ്റും ഞങ്ങളുമായി? എനിക്ക് ഇറ്റ്ഫോക്ക് എന്ന് പറഞ്ഞാലേ എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സംരംഭമായിട്ടാണ് ഞാൻ ഇറ്റ്ഫോക്കിനെ കാണുന്നത്. ശരിക്കും ഞാനൊരു 35 വർഷമായിട്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്കിത് ആർട്ട് മാത്രമായിട്ടല്ല ഞാൻ കാണുക. ഒരു കാര്യത്തെ ആർട്ട് മാത്രമായിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാനതുകൊണ്ട് ജീവിക്കുന്ന ആളും കൂടിയാണ്. ഇറ്റ്ഫോക്ക് സമയത്ത് നമുക്കൊരു അവയർനെസ് ഉണ്ട്. ആ സമയത്ത് ഒരു അവയർനെസ് ഉണ്ട്. നമുക്ക് നമ്മുടെ വേറൊരു ബോധോദയം പഠിപ്പിക്കും. അപ്പോൾ അതെനിക്ക് ഇറ്റ്ഫോക്കിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തവണത്തെ ഇറ്റ്ഫോക്ക് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് അങ്ങനെ വിലയിരുത്താനുള്ള അറിവുള്ള ഒരാളല്ല ഞാനങ്ങനെ എന്താ പറയുക, അങ്ങനെ വിലയിരുത്താനുള്ള ഒരു അറിവുള്ള ഒരാളല്ല ഞാൻ ശരിക്കും. പക്ഷേ ഓരോ സമയങ്ങളിലും ഓരോ സാഹചര്യവും സന്ദർഭം അനുസരിച്ചായിരിക്കുമല്ലോ ഓരോ സംഭവങ്ങൾ. എനിക്ക് പ്രത്യേകിച്ച് ഒരാൾ അങ്ങനെ വിലയിരുത്താൻ എനിക്ക് പറ്റില്ല. എനിക്കറിയില്ല. ഞാൻ തുറന്നു പറയാം, ട്രാൻസ്പെറൻ്റായി പറയുന്നതാണ്. എനിക്കറിയാത്തതുകൊണ്ട് പറയുന്നത്. ഞാൻ ഒരുപാട് നാടകവേദികളിൽ അരങ്ങിലെത്തിയിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ ഈ വേദിയിലെ ഓർമ്മകൾ എങ്ങനെയാണ്? എന്തെങ്കിലും മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ച ഏതെങ്കിലും വേദി ഓർത്തെടുക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല ചങ്ങാതി. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണിത്. എന്നെ സംബന്ധിച്ചിട്ട് ഒരു 15 വയസ്സ് തൊട്ട് ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുള്ളൊരു ജോലിയാണിത്. ചിത്രവര, അഭിനയം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അസാധാരണ തോന്നിയിട്ടില്ല. എൻ്റെ ഏറ്റവും
എൻ്റെ ഏറ്റവും ജെന്യുവനായിട്ട് നിൽക്കുന്നൊരു മീഡിയയാണ് ഈ മേഖല. അപ്പോൾ എനിക്ക് വേറെ ജോലി അറിയില്ല. എനിക്ക് വേറെ ജോലി അറിയില്ല. അപ്പം അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാനിവിടെ ചുറ്റിപ്പറ്റി നിൽക്കണത്. 2 കോൺടെസ്റ്റ് ഉണ്ട് ഇപ്പോഴും മനുഷ്യന്മാർക്ക്, അറിയില്ലേ? നമുക്ക് വേണമെങ്കിൽ ആ കാര്യത്തെ നമുക്ക് ഒഴിവാക്കാം, ഷാർപ്പായിട്ട് കട്ട് ചെയ്യാം, വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അത്രമാത്രം വ്യത്യാസം മാത്രമേ ഞാനിത് കാണുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് എന്താ പറയുക, ഒരു വിമർശനമോ എന്താ പറയുക വിയോജിപ്പോ ഒന്നുമില്ല. നമ്മളിവിടെ വരണത് കൂട്ടുകാരന്മാരെ കാണാനും സുഹൃത്തുക്കളെ കാണാനും ഒക്കെയാണ് ഞാൻ വരണത്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു ലോകം എനിക്കുണ്ട്. അത് ഞാൻ നന്നായി സംസാരിച്ചിട്ടുണ്ട് ഇവിടെ. പ്ലീസ്. ഹായ് ചേച്ചി, എവിടുന്ന് വരുന്നത്? ഞാൻ തൃശ്ശൂർ തന്നെയാണ്. കേച്ചേരിയാണ് എൻ്റെ സ്ഥലം. ഞാൻ വക്കീലാണ്. തൃശ്ശൂർ കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യണത്. പേര് അഡ്വക്കേറ്റ് കുക്കു ദേവകി. ഇറ്റ്ഫോക്കിലൊക്കെ മുൻപേ വന്നിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ എന്താണ് ആ ഒരു ഇറ്റ്ഫോക്ക്, മുൻ വർഷങ്ങളിൽ ഇറ്റ്ഫോക്കിനെ പറ്റി ഓർക്കുമ്പോൾ ഒരു മറക്കാനാവാത്ത ഒരു ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നമ്മൾ ആദ്യത്തെ ഇറ്റ്ഫോക്ക് എന്ന് പറയുന്നത് മുരളിച്ചേട്ടനുള്ളപ്പോൾ ഭരത് മുരളി ഉള്ള ഒരു ഇറ്റ്ഫോക്കായിരുന്നു. അദ്ദേഹമാണ് അത് സംഘടിപ്പിച്ചത്. ആ ഇറ്റ്ഫോക്ക് എന്ന് പറയുന്നത് ഒരു ഗംഭീര സംഭവം തന്നെയായിരുന്നു. തൃശ്ശൂരാണെങ്കിലും കേരളത്തിലാണെങ്കിലും അത് വലിയൊരു നാടകത്തിന് ഒരു മുന്നേറ്റമുള്ളൊരു സംഭവമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ടിൽ വലിയ സ്റ്റേജൊക്കെ കെട്ടി വലിയ പന്തൽ പോലെയൊക്കെ ഇട്ട് അത്രയും ഗംഭീരമായിട്ടുള്ളൊരു ഇറ്റ്ഫോക്കായിരുന്നു. പ്രാതിനിധ്യമായാലും നാടകങ്ങൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും നല്ല. പക്ഷെ അത് പറയുമ്പോൾ നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ ഇപ്പം നമ്മൾ അതും ഇതും കൂടി താരതമ്യം ചെയ്യുമ്പോൾ ഇതത്ര നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഒരു പേരിന് നടത്തുന്നു എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സംഗീത സംവിധായകൻ കലേഷ് പനമ്പയിലാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് ഇറ്റ്ഫോക്കിൻ്റെ വിശേഷം ചോദിക്കാം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഇറ്റ്ഫോക്ക്? നമസ്കാരം. ഇറ്റ്ഫോക്ക് ഫെസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നിരാശരായിരുന്നു. പിന്നീട് കലാകാരന്മാരുടെ പോസ്റ്റുകളൊക്കെ കണ്ട് ഇറ്റ്ഫോക്ക് വന്നു. അപ്പോൾ അതിൽ വളരെ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കതിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ BGM ബാൻഡിൻ്റെ ഒരു ബാംബു സിംഫണി ബാംബു ബാൻഡിൻ്റെ ഒരു പ്രോഗ്രാം കൂടെ ചെയ്യാൻ പറ്റി. നമ്മുടെ സുഹൃത്ത് ബിഷോയനീൻ്റെ ബാൻഡാണ് BGM ബാൻഡ്. അപ്പോൾ അത് സന്തോഷമാണ്. ഇപ്പോൾ ഇന്നും നല്ലൊരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ നാടകങ്ങൾ എങ്കിലും ഇത്തവണ ആളുകൾ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാടകങ്ങൾ നല്ല നല്ല നാടകങ്ങൾ വരേണ്ടതാണ് ഇവിടെ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് ഒരുപാട് പുറത്തുനിന്നും എല്ലായിടത്തുനിന്നും ഒരുപാട് കലാകാരന്മാരും അല്ലാത്തവരും ഇവിടെ വന്ന് നാടകം കണ്ട് അതിനെ വിലയിരുത്തി കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു സംസ്കാരം വളർത്താമെന്നുള്ളൊരു പരിപാടി കൂടിയുണ്ട്. അപ്പോൾ ഇനിയും നല്ല നാടകങ്ങൾ വരേണ്ടതാണ്. പുരോഗമിച്ച് പോകണം. ഇത് തൃശ്ശൂരിൻ്റെ ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ച് എല്ലാ നാട്ടിൽ നിന്നും ഇവിടെ ഇനിയും ആളുകൾ എത്തണം എന്നാണ് നമ്മുടെയൊക്കെ ഈ ഒരു കൾച്ചർ എല്ലാവരും അറിയണം. നാടകത്തിൻ്റെ ഒരു ഇതറിഞ്ഞ് അത് നമ്മുടെ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടാണല്ലോ. അപ്പോൾ അത് ഈ പ്രാവശ്യം ഇത്തിരി ആൾക്കാർ വളരെ കുറഞ്ഞു പോയി. അപ്പോൾ അത് മുൻകാലങ്ങളിൽ നല്ല ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ആളുകൾ കൂട്ടിക്കൊണ്ടുവരിക, നല്ല നാടകങ്ങൾ വരിക, നല്ല ആളുകളിലേക്ക് എത്തിക്കുക, ഇതാണ് നമുക്ക് പറയാനുള്ളത്. മുൻ വർഷങ്ങളിലും ഇറ്റ്ഫോക്ക് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ അന്നത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിലെത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? മുൻകാലങ്ങളിൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ കാണാറുണ്ട്, ഇവിടെ പ്രോഗ്രാംസുകൾ കാണാറുണ്ട്. ഈ ഇറ്റ്ഫോക്കിനോട് നാടകങ്ങൾക്ക് പുറമെ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് സ്റ്റേജ് നമ്മൾക്ക് ജീവിതത്തിൽ കാണാൻ പറ്റാത്തത്ര പുറം നാട്ടുകളിൽ നിന്നുള്ള ഓരോ മ്യൂസിക് ബാൻഡുകളുടെ പരിപാടികളും അതുപോലെ തന്നെ നാടകങ്ങൾക്ക് പുറമെ അത്തരത്തിലുള്ള കലാപരിപാടികളും ഇവിടെ നമുക്ക് കാഴ്ചവെക്കാറുണ്ട്. അതും കാണാൻ പറ്റാറുണ്ട്. അതും സന്തോഷമുള്ള കേസാണ്. നാടകങ്ങളിൽ ഇവിടെ പുറത്ത് ഓപ്പണായിട്ട് അതൊക്കെ നമ്മൾ ഈ തൃശ്ശൂരാണ് കാണുന്നത്. നമുക്ക് പുറത്തു നിന്നും പോയിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു രാമനിലയം ഉണ്ടായിരുന്നു, അത് കത്തി. അവിടെയൊക്കെ ഒരു നാടകം കണ്ട ഓർമ്മ നമുക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ തന്നെ, അത് കത്തിപ്പോയി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസാണ് ഇത് ശരിക്കും തോന്നുന്നത്. ഇറ്റ്ഫോക്ക് 2025 വേദിയിൽ ഭൂതങ്ങൾ എന്ന നാടകത്തിൽ അഭിനയിച്ച പുതുമയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് പുതുമയുടെ വിശേഷങ്ങൾ അറിയാം. എങ്ങനെയുണ്ടായിരുന്നു ഈ ഇറ്റ്ഫോക്ക് 2025? എൻ്റെ ലൈഫിലെ തന്നെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇത്. ഇറ്റ്ഫോക്ക് 2025 എനിക്കും വളരെ നല്ലൊരു അനുഭവമായിരുന്നു.
ഞാൻ ഒരു 18 വയസ്സിലാണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്നത്. ആ ടൈമിൽ ഞാനിവിടെ സെൻറ്റ് തെരേസസ് കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ഇത് വലിയൊരു അത്ഭുതമായിരുന്നു. ഇങ്ങനെ പല കൾച്ചറിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ, ഇതൊരു ആർട്ടിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള ഒരു ലെവലാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഇതിൽ പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ഈ 2025 ഞങ്ങൾ ദുബായിൽ നിന്നാണ് ഞങ്ങളുടെ ടീം പങ്കെടുക്കാൻ വന്നത്. ഞങ്ങളെല്ലാവരും ഭൂതങ്ങളിൽ അഭിനയിച്ച എല്ലാ ആൾക്കാരും ദുബായിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ അവിടെ നാട്ടിൽ നിന്ന് പക്ഷേ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായില്ല. പക്ഷേ അവിടെ നിന്ന് ഞങ്ങൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു ദിവസം കൂടെ നിന്ന് ഇവിടുത്തെ പ്ലേ ഒക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഒരു ദിവസം കൂടെ ഇവിടെ നിന്നത്. എന്തായാലും ഇറ്റ്ഫോക്ക് വളരെ അടിപൊളിയായിട്ടുണ്ട്. മുൻപ് പങ്കെടുത്തിട്ടുണ്ടോ ഇറ്റ്ഫോക്ക് വേദികളിൽ? ഇല്ലില്ല. ഇത് പരിപാടി കാണാനായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. ഇറ്റ്ഫോക്ക് എന്താണെന്നുള്ളത് അറിയാമെന്നതല്ലാതെ ഇവിടെ വരാനൊരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് ഇറ്റ്ഫോക്കിനെ കുറിച്ചിട്ട്. But the astrological constellation is that you use not only these, what I said before, it's much more complicated because you use the horoscope elements, you enlarge it on the floor, and there are the planets, the places of the planets, and the people do the same. They stand on Mercury, Mars, but they don't know if they are Mercury, Mars, or Sun. They don't know about anything, Aries, or I don't know, Aquarius, nothing. They just have to turn inward. And that's a method. This is one method. Maybe a lot of people doesn't believe in it. And my aim is to, with our performance, to, how you say it, make it more popular, or just people who doesn't know anything about it, maybe it will be interesting for them and they would try out, and when they get their answers, maybe they would like it. ജീവിതമതിൽ നേരിടും പല വീഴ്ചകൾ ബഹുകാലമീ ഉലകിലടിമവേലകൾ ഏറെ ചെയ്തു വലഞ്ഞ മനുഷ്യർ ഇഴകളാമടിയങ്ങളിൽ കൃപലേശവും നിനച്ചിടുവാ ഇഴകളാമടിയങ്ങളിൽ കൃപലേശവും നിനച്ചിടുവാ
തീർക്കും മഹാത്മനേ മനതാൽ സദാനന്ദ രൂപനേ. അടിപൊളിയായിട്ട് പാടി എല്ലാവരും. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു അനുഭവമായിരുന്നു ഇത്. നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. എന്താണ് ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ശരത്ത്. പാട്ട് മുൻപേ പാടാറുണ്ട് ഇങ്ങനെ? നമ്മൾ മ്യൂസീഷ്യനാണ് എല്ലാവരും. നമ്മളിവിടെ നാടകങ്ങൾ പഠിക്കുന്നവർ നമ്മളിവിടെ സ്കൂൾ ഡ്രാമയിൽ തന്നെ പഠിച്ചതൊക്കെ. നമ്മളിപ്പോൾ നാടകങ്ങൾ കാണുന്നത് നാടകങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പോകുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ കൂടുന്നതാണ്. അത്ര തന്നെ അടിപൊളിയായിരുന്നു. എന്തായാലും ചേട്ടൻ്റെ പേരെന്താണ്? ഡേവിഡ് ഫ്രം പോണ്ടിച്ചേരി. തമിഴ്നാട്. ഓക്കെ. അപ്പോൾ ഇവരായിട്ട് എങ്ങനെയാണ് കണക്ഷൻ? ഞങ്ങൾ തിയേറ്ററിൽ മീറ്റ് പണിയാണ്. മ്യൂസിഷ്യനുക്ക് എനിക്ക് നാടകം. ഈ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് നാരു. എവിടെയാണ് വീട്? വീട് ഇവിടെ അടുത്ത് ആറ്റൂര് എന്ന് പറയും. ഓക്കെ. അപ്പോൾ നന്നായിട്ട് തന്നെ പാടി എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇത് പൊയ്കയിലെ പച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നവോത്ഥാന നേതാവിൻ്റെ പാട്ടാണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് പറഞ്ഞ ഇരുതി കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആളുടെ പാട്ടുകളും പല ഫോക്ക് ട്രൈബൽ പാട്ടുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ പാട്ട് പൊയ്കയിലപ്പച്ചൻ്റെ പാട്ടാണെന്ന് പറയുന്നത്. ഇറ്റ്ഫോക്കിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് നാളെ കൂടി മാത്രമാണ്. നാളെയാണ് ഇറ്റ്ഫോക്ക് 2025 അവസാനത്തെ ദിവസം. നമുക്കപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം.